ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പോലീസുകാരോട് പറയാണ്, വിക്രമിനെ എത്രയും പെട്ടെന്ന് വിട്ടയച്ചോളണം, എനിക്കൊരു പരാതിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് വിക്രത്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? മാഡം, അത് പിന്നെ വേണ്ട, എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നൊരു ലൈവ് ഇടും, പിന്നെ അറിയാലോ കാര്യങ്ങളെല്ലാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോലീസിന് ആകെ ഒരു ഭയം തോന്നുകയാണ്. അങ്ങനെ പോലീസാണെങ്കിൽ എടോ ആ വിക്രത്തെ അങ്ങോട്ട് വിളിച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ വിക്രത്തോട് ചോദിക്കണം, എന്താടാ നിൻ്റെ കറക്റ്റ് അഡ്രസ്സ് എന്ന് ചോദിച്ചപ്പോഴേക്കും, സാറേ എൻ്റെ പേഴ്സ് എവിടെ സാറേ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ പേഴ്സോ? നീ കൂടുതൽ വിശദീകരിക്കാതെ നീ നിൻ്റെ അഡ്രസ്സ് പറയുന്നൊക്കെ, സാറേ എൻ്റെ പേഴ്സ് എവിടെ സാറേ? അങ്ങനെ ആ പോലീസുകാരൻ ആ പേഴ്സ് എടുത്ത് കൊടുക്കുകയാണ്. പേഴ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, അല്ല സാറേ ഇതിൻ്റെ ഉള്ളിലെ പൈസ. എടാ വിക്രം, നിൻ്റെ അഡ്രസ്സാണ്, കറക്റ്റ് അഡ്രസ്സാണ് ഞാൻ ചോദിച്ചത്. അഡ്രസ്സും ഇത് പേരുകളെല്ലാം നീ ഇവിടെ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഓഹോ അപ്പോൾ ആ പൈസ അടിച്ചു മാറ്റിയില്ലേ സാറേ? ഇത് വളരെയേറെ മോശമായ കാര്യമാണ് സാറേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ വരുന്നു മറ്റൊരു പോലീസുകാരൻ പറയാണ്, ഇവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വേദുവും കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, വേദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ വിക്രത്തിന് ആകെ ഒരു വെപ്രാളം. ദൈവം, എന്നാലും തന്നെ സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടി ഈ പെണ്ണ് തന്നെയാണല്ലോ വന്നതെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ്. ആ സമയത്ത് വേദു ഇത് കേൾക്കുന്നുമുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ വീട് എവിടെയാണെന്നൊക്കെ വേദു മനസ്സിലാക്കുകയും ചെയ്തു. ഏതായാലും സാറേ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് സാറേ എന്നും പറഞ്ഞ് വിക്രം അങ്ങോട്ട് എണീറ്റതും പെട്ടെന്ന് വിക്രം വീഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിക്രത്തെ ഇങ്ങനെ വട്ടം പിടിക്കുകയാണ് നമ്മുടെ വേദു. ഇത് കണ്ട രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയാണ്. അത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറയുകയാണ്, നന്ദിയുണ്ട് കേട്ടോ, ഏതായാലും അമ്പലത്തിൽ വെച്ച് അതിനൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ എന്നെ പുറത്തിറക്കാനായിട്ട് വന്നല്ലോ, അതിന് വളരെയേറെ നന്ദിയുണ്ട്. പിന്നെ ഈ താലിമാല നിങ്ങൾക്കത്ര ചേരുന്നില്ല, അതാ അന്നേരം ഒരു ആവേശത്തിൽ ചെയ്തൊരു കാര്യമാണ്. ഇന്നലെ നടന്ന കാര്യവും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട. പിന്നെ ആ താലി അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞേരുന്നേ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കിപ്പോ, അതായിരിക്കും നല്ലത്. ഇനി എൻ്റെ മുന്നിൽ വരാനും നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നേരെ ഓട്ടോറിക്ഷ കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ വേദവും കയറാനായിട്ട് പോവുകയാണ്. അല്ല നിങ്ങളെങ്ങോട്ട് വരുന്നു? അല്ല പിന്നെ ഞാനെങ്ങോട്ട് പോകാനാണ്? ഞാൻ നിങ്ങളോടൊപ്പം വരുന്നു. എന്നോടൊപ്പം വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് പോ. ഏതായാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതിന് വളരെയേറെ നന്ദിയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് എൻ്റെ കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം ഒറ്റയ്ക്ക് പോകാനായിട്ട് എന്നും പറഞ്ഞ വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദു ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലിങ്ങനെ ആകെ തനിച്ചെന്ന രീതിയിലായിപ്പോയി. അപ്പോൾ വരുന്നു വേദുവിൻ്റെ ആങ്ങള. അപ്പോൾ ആങ്ങള പറയാണ്, വേദു നീ ഇതെല്ലാം അവസാനിപ്പിക്കണം, നീ വീട്ടിലേക്ക് വന്നിട്ടെ. എന്തിന് വീട്ടിലേക്ക് ഞാൻ വന്നാം? എന്നെ മനസ്സിലാക്കാനും എന്നെ അംഗീകരിക്കാനും കഴിയാത്ത ആ വീട്ടിലേക്ക് ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ വരുന്നില്ല. വേദു, നീ കാണിക്കുന്ന മുഴുവൻ അഹങ്കാരമുണ്ട്, ഇതിനെല്ലാം അനുഭവിക്കൂടി. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ആങ്ങളെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വേദു രണ്ടും കൽപ്പിച്ച് ഏതായാലും വിക്രത്തിൻ്റെ വീട്ടിൽ ചെല്ലണം എന്ന് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ വിക്രത്തിൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ വീട് കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടം. എൻ്റെ ദൈവം, എൻ്റെ മോൻ ഇതുവരെ വന്നില്ലല്ലോ, അവൻ എന്താ പറ്റിയത്? ദൈവം, പോലീസുകാർ എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് പോയതാണ് ഞാൻ കണ്ടത്. എൻ്റെ മോൻ എന്ത് പറ്റി? നിങ്ങൾ ആരും ഒന്നും നോക്കാത്തതെന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് മിണ്ടാതിരിക്കാമേ, അവൻ എന്ത് പറ്റാനായിട്ട്? അവൻ ആദ്യമായിട്ടല്ലല്ലോ, എത്ര പ്രാവശ്യം അവന് പോലീസ് സ്റ്റേഷൻ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാരനുമുണ്ട്. കൂട്ടുകാർ വിക്രത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. വരുന്നു, അമ്മയുടെ മോൻ വരുന്നു. അപ്പോൾ ഇത് കണ്ട അമ്മയാണെങ്കിൽ ചാടി എണീറ്റ് എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. എന്താണ് പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചോ? എന്താണ് നിൻ്റെ കൈയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കേ അതൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് വീണതാണ് എന്നൊക്കെ പറയുകയാണ്. അമ്മേ ഞങ്ങൾ ഏതായാലും പോവാണ്ടായി, മക്കളെ നിങ്ങൾ പോവാണോ? ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, ഞങ്ങൾ ഏതായാലും ചായ എല്ലാം കുടിച്ചതാണ്, ഇനിയിപ്പോൾ വിക്രത്തെ പുറത്തേക്കൊന്നും കൂടുതൽ വിടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ കസാരയിൽ എത്തുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വേദുവിനെ കാണിക്കുകയാണ്. അപ്പോൾ വേദു ആണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ കഴിക്കുകയാണെങ്കിൽ ഓട്ടോ നിർത്തിയേ. അപ്പോൾ നമ്മുടെ വിക്രത്തെ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണായിരുന്നു. അപ്പോൾ ആ പെണ്ണ് പറയണം, കയറിക്കോളും മേഡം. അങ്ങനെ വേദു ഓട്ടോറിക്ഷ കയറി ഇരുന്നെങ്കിലും വേദുവിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. വേദു കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. മേഡം, എന്താ മേഡം പറ്റിയത്? അല്ല ഞാൻ ആലോചിച്ച്
ആലോചിക്കുക. മേഡം കയറിയപ്പോൾ മുതൽ മേഡത്തിന് എന്തൊക്കെയോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. എന്താ മേഡം, മേഡത്തിന് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല. അല്ല, മേഡത്തിന് എങ്ങോട്ടാ പോകേണ്ടത്? ഏലപ്പാറയിലേക്കോ? ആ, ഏലപ്പാറയിലേക്കോ? ആ, അവിടെയാ മേഡം എൻ്റെയും വീട്. അവിടെ ആരെ കാണാനാണ് മേഡം? ഇത് കേട്ട വിക്രത്തെ കാണാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണാണെങ്കിൽ അവിടെ വണ്ടി നിർത്തുകയാണ്. എന്താ മേഡം പറഞ്ഞത്? വിക്രത്തെ കാണാനായിട്ടോ? അതെ, വിക്രത്തെ കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. ആഹാ, കൊള്ളാലോ, എനിക്കറിയാം വിക്രത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തിക്കൊള്ളാന്നേ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണേ വിക്രം. അപ്പോൾ ഇതെല്ലാം കേട്ട വേദു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. വേദുവിന് കൂടുതൽ സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. അങ്ങനെ മേഡം ധൈര്യമായിട്ട് ഇരുന്നു മേഡം, ഞാൻ അവിടെ തന്നെ കൊണ്ടെത്തിച്ചുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി വേദുവിനെ കൊണ്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വിക്രത്തിന് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വിക്രത്തിൻ്റെ അമ്മ. മോനെ, ഈ ജ്യൂസ് കുടിക്കുക. നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. സാരമില്ല മോനെ, എല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ വരുന്നു അച്ഛൻ കയറിയിട്ട്. അപ്പോൾ അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊടുക്ക് ജ്യൂസ് കൊടുക്ക്. ഇനി അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളു. അല്ലെങ്കിലും മുടിയനായ പുത്രനാണല്ലോ, ഇനി അതും കൂടി കൊടുത്ത് മകനെ അങ്ങോട്ട് വളർത്ത്. എന്നിട്ട് ഈ കുടുംബം മുടിക്കാനായിട്ട് നോക്ക്, അതായിരിക്കുള്ളൂ നല്ലത്. അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് അച്ഛൻ പോവുകയാണ്. അപ്പോൾ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം, നീ അച്ഛൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട, നീ ഈ ജ്യൂസ്. പക്ഷെ അച്ഛൻ്റെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറയണം, എനിക്ക് വേണ്ട, എനിക്ക് ജ്യൂസൊന്നും വേണ്ട മോനെ, നീ അങ്ങനെ പറയല്ലേ, നിനക്കറിയാലോ. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞാണ്. വേണ്ട, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് വരുന്നു നമ്മുടെ ആ ഓട്ടോറിക്ഷ പെണ്ണ്. അപ്പോൾ ഓട്ടോറിക്ഷ പെണ്ണ് നേരെ അകത്തേക്ക് കയറിയിട്ട് പറയണം, ആഹാ, വിക്രം സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, വിക്രം സാറിനെ ഒരു വിരുന്നുകാരായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിരുന്നുകാരോ? ആരാ വിരുന്നുകാർ? അമ്മ ചോദിക്കണം, ആരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ വിളിക്കാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓട്ടോറിക്ഷക്കാർ വിളിക്കുകയാണ്. മേഡം വാ, കടന്നു വാ മേഡം, മേഡം അന്വേഷിച്ച് വന്ന ആ ആളിവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ട് നമ്മുടെ വേദു ആണെങ്കിൽ ആ പടി കടന്നു വരികയാണ്. ആ വേദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഒന്ന് ഞെട്ടി. അപ്പം അമ്മയ്ക്കൊന്നും കാര്യം മനസ്സിലായി, ഇത് ആരാണ് എന്താണെന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ നേരെ വേദു അങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ട് ഇവിടുത്തെ അച്ഛനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും വരികയാണ്, ബാക്കിയുള്ള എല്ലാവരും വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഓട്ടോറിക്ഷക്കാരി പറയണം, മേഡം പറയാനുള്ളതൊക്കെ പറഞ്ഞു, നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഇത് അച്ഛൻ്റെ മകനാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും മകനെന്ന സ്ഥാനത്ത് അതെ, അങ്ങനെയാണ് കണക്ക് കൂട്ടാം, പ്രസവിച്ചു പോയില്ലേ. അപ്പോൾ അമ്മ പറയണം, അതെ, ഞങ്ങളുടെ മകൻ തന്നെയാണ് വിക്രം. എന്നാലേ ഞാനൊരു കാര്യം പറയാം, ഈ വീട്ടിലെ പുതിയ മരുമകളാണ് ഞാൻ. ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഞെട്ടി വരച്ചു പോവുകയാണ്. എന്താ, പുതിയ മരുമകളോ? അതെ, ഈ വീട്ടിലെ മരുമകളാ. നിങ്ങളുടെ മകൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ വിക്രം വന്നിട്ട് ഈ വേദുവിനോട് പറയണത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാ, നീ എന്നോട് പോരിന് വന്നു, അതിൻ്റെ വാശിയിൽ അവിടെ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി എനിക്ക് വന്നു. അത് വെറും വാശിപ്പുറത്ത് ചെയ്ത കാര്യമാണ്. അത് പൊട്ടിച്ചെറിഞ്ഞ് നിന്റെ പാട് നോക്കി നീ പൊയ്ക്കോളാം, അല്ലാതെ ഇവിടെ വലിഞ്ഞു കയറി വന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടരുത്. ഇത് പറഞ്ഞ വേദുവിനെ അങ്ങോട്ട് അരിച്ചു വന്നിട്ട് വേദു വിക്രത്തിനെ കാരണം നോക്കി പടക്കെന്ന് പറഞ്ഞു ഒറ്റ പൊട്ടീര. എല്ലാവരും ഞെട്ടിപ്പോയ ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അമ്മയുടെ മകൻ്റെ ഭാര്യയാണ്. അമ്മയുടെ മകൻ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാ. ഇങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ എങ്ങോട്ടും പോകാനായിട്ടുള്ളൊരു വഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ വിക്രത്തിനാകെ കലി വരികയാണ്. നീ എന്താ കൂടുതൽ വേഷം കെട്ടാൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ് വിക്രം. കൈ കയറി പിടിക്കുകയാണ് നമ്മുടെ ഈ അച്ഛൻ. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മോളെ നീ ഇവനെ അല്ലാതെ വേറെ ആരെയും തേടി വരാനായിട്ട് കണ്ടില്ലേ? ഇവൻ പക്ക ഗുണ്ടയാണ്. ഇവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിന്ന് വിചാരിച്ചു മോളെ, നീ ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല നിനക്ക്. നീ ആ താലിയും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് നിന്റെ ജീവിതം നോക്കിപ്പോ. നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്നയാളുടെ മകളാണെന്ന് പറയുകയാണ്. ഇത് കേട്ട ഈ അച്ഛനാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. ദൈവമേ, ഇത്രയും സ്വത്തും പണവും ഉള്ള വീട്ടിൽ നിന്നാണോ ഇവനെ തേടി ആൾക്കാർ വന്നിരിക്കുന്നത്? ഇവൻ എന്തോ ന്യായമില്ലാത്ത കാര്യം കാണിച്ചു. പക്ഷേ ഇവന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് അമ്മയും പറയുകയാണ്. മോൾ ഇവിടം വിട്ട് പൊയ്ക്കോ, ഇവൻ്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ, എനിക്കിവിടെ അല്ലാതെ വേറെ എങ്ങോട്ടും പോകാനായിട്ട് യാതൊരു നിവൃത്തിയില്ല.
കാരണം ഇനി അമ്മയുടെ മകനാണ് എൻ്റെ ഭർത്താവ്. അങ്ങനെയാണ് ഞാൻ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥിതിക്ക് എനിക്ക് പോകാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ബന്ധുക്കളെല്ലാവരും കൂടി വേദനോട് പറയുകയാണ്, ദേ മോളെ, നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, ഇവൻ്റെ സ്വഭാവം ശരിയല്ല, ഇവൻ തനി ഗുണ്ടയാണ്, ഇവൻ്റെ ഒപ്പം ജീവിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവൻ്റെ സ്വഭാവം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, അങ്ങനെ എനിക്ക് മറന്നിട്ട് പോകാനായിട്ട് സാധിക്കില്ലല്ലോ. ഇനി ഇതാണ് എൻ്റെ വീട്, ഇവിടെയാണ് ഞാൻ ജീവിക്കാനായിട്ട് പോകുന്നത് എന്ന് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് അരിശം വരികയാണ്. ദേ, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, പല പ്രാവശ്യം പറഞ്ഞു ഞാൻ വാശിപ്പുറത്ത് ചെയ്തു പോയ കാര്യങ്ങളാണെന്ന്, അതും തൂങ്ങിക്കെട്ടിയിട്ട് എൻ്റെ പിന്നാലെ വരരുതെന്ന് ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും വന്നു. ഞാനേ പുറത്തേക്ക് പോവുക, തിരിച്ചു വരാൻ നേരത്ത് നിന്നെ ഇവിടെ കാണാനായിട്ട് പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിക്രത്തിൻ്റെ തനി സ്വഭാവം നീ കാണും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ നമ്മുടെ വേദു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്, വിക്രത്തെ വിട്ടു പോകില്ല എന്നുള്ളൊരു ഒറ്റ വാശിയോടുകൂടി തന്നെ നിൽക്കുകയാണ് വേദു. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.